ഹലോ ഫ്രണ്ട്സ്, സുകുമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശിൻ്റെ ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശ്, കുരുതിക്ക് റെഡിയായിക്കോ. അവനെ ഞാനിപ്പോൾ എൻ്റെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവൻ്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് അവൻ്റെ രക്ഷകനായിട്ടാണ്. അവൻ മുഴുവനായിട്ടും വിശ്വസിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അടുത്ത രംഗത്തിൽ ദേവികയും മുരളിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മുരളി: ദേവിക, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഒന്നും തോന്നരുത്. നമുക്ക് ഈ പോലീസ് വഴി മൂവ് ചെയ്യാതെ ഈ ലോക്കൽ ഗുണ്ടാസ് വഴി നോക്കിയാലോ? അതാകുമ്പോൾ ഇവർക്കറിയാലോ കണക്ഷൻസ്. എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ കിട്ടാതിരിക്കില്ല. ദേവിക: എസ്തപ്പാൻ ചേട്ടൻ ആരാണെന്നും എന്താണെന്നും മുരളിയേട്ടന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നും തോന്നുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചാണ് നന്ദനെ കാണാതായിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിയമത്തിനെയും പോലീസിനെയും ആശ്രയിക്കുന്നതായിരിക്കും. മുരളി: ശരി, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അടുത്ത രംഗത്തിൽ സിപിയും അരുന്ധതിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. അരുന്ധതി: എന്തായി അന്വേഷണം? സിപി: ത്യാഗരാജൻ മുംബൈയിൽ തന്നെയുണ്ട്. ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അരുന്ധതി: എന്ത് അപകടം? സിപി മറുപടി പറയാണ്: കാലിൽ വെട്ടേറ്റിരിക്കുകയാണ്. 3 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അരുന്ധതി: അപ്പോൾ ഋഷിയുടെ പിന്നാലെ ആളല്ലേ? സിപി: അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് മാഡം. എൻ്റെ ഒരാൾ അവിടെ ചെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അരുന്ധതി: എങ്കിൽ പിന്നെ ഋഷിമോൻ എവിടെ? അവനെ മറച്ചു വെച്ചിരിക്കുന്നത് ആരായിരിക്കും? ആ ഇസബെല്ലയും കെവിനെയുമാണ് എനിക്ക് സംശയം. നമുക്ക് മുന്നിൽ ഞെട്ടലൊക്കെ അഭിനയിച്ച് എന്തൊക്കെയോ അവർ പുറകെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിപി: മാഡം, എൻ്റെ ഒരു ഊഹം പറഞ്ഞോട്ടെ. ഋഷി ഒരു ദിവസം മാഡത്തിൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കും. ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് വിദേശത്തേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാകുമോ എന്ന് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെട്ടാലെന്ന് ഭയന്ന് മാറി നിൽക്കുന്നതായിരിക്കും. മാഡത്തിനെ വിളിച്ചു പറയാനുള്ള മടി കൊണ്ടായിരിക്കും. ഒരിക്കൽ മരിച്ചുപോയെന്ന് വിശ്വസിച്ച ഋഷി തിരിച്ചു വന്നതല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് വിശ്വസിക്കാം മാഡം. ഇവിടെയും ദൈവം നമ്മളെ കൈവിടില്ല. അരുന്ധതി: സിപി, താൻ പറയുന്നത് സത്യമാണോ? സിപി: അതെ മാഡം എന്ന് മറുപടി പറയുന്നു. അടുത്ത രംഗത്തിൽ വീട്ടിലെ തർക്കവും സിദ്ധാർത്ഥന്റെ പൊട്ടിത്തെറിയുമാണ് കാണിക്കുന്നത്. പ്രഭാവതി: എൻ്റെ മോനെ, എനിക്ക് കാണണം സിദ്ധു. സിദ്ധാർത്ഥൻ: എല്ലാം ശരിയാകും പ്രഭേ. ഇന്ന് ഞാൻ CMനെ കാണുന്നുണ്ട്. പ്രഭാവതി: ആരെ കണ്ടിട്ടും ഒരു കാര്യവുമില്ല. ഇത് തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ എല്ലാവരും പറയുന്നു. അമ്മ, ഉറപ്പായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കില്ല. നന്ദുവിനെ നമ്മൾ കണ്ടെത്തുമെന്നൊക്കെ ദേവിക പറയുന്നു. ഒരു പത്രസമ്മേളനം വിളിക്കണം ദേവിക, എത്രയും പെട്ടെന്ന്. എന്തായാലും നന്ദനെ ജയിലിൽ വിടാൻ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ അന്തിമ തീരുമാനം? പിന്നെ അതൊക്കെ മാറിപ്പറഞ്ഞതല്ലേ. ഇനി വെച്ച് വൈകിക്കേണ്ട. മുരളി: ആൻറ്റി പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദന്റെ ജീവന് ഒരുപാട് അപകടമുണ്ടാകും. ഞാൻ ഇതേക്കുറിച്ച് ദേവികയോട് പറഞ്ഞതാണ്. അപ്പോൾ ദേവിക സാധ്യതകളെക്കുറിച്ച് എന്നോട് തിരിച്ചു പറഞ്ഞു. അറിയാമല്ലോ, തട്ടിക്കൊണ്ടുപോയവർ ഏതു തരത്തിലുള്ളവരാണെന്ന് നമുക്കറിയില്ല. ഇത് കേട്ട പ്രഭാവതി പറയാണ്: പിന്നെ ഞാൻ എന്തു ചെയ്യണം? അങ്ങനെയെങ്കിൽ എൻ്റെ മോൻ ജീവനോടെ ഉണ്ടെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ഭയന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നന്ദനെ കണ്ടെത്താൻ പറ്റില്ല. അവൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സമാധാനത്തിൽ എനിക്കിവിടെ ഇരിക്കാം. സിദ്ധാർത്ഥൻ: ഒന്ന് നിർത്ത് പ്രഭ. എത്രയെന്ന് വെച്ചാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്? തനിക്ക് മാത്രമേ വിഷമമുള്ളൂ. താൻ മാത്രം എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നു. ഇവിടെ എല്ലാവരും ആ അവസ്ഥയിൽ തന്നെയാണ്. ഞാൻ അവൻ്റെ അച്ഛനാണ്. എന്നിട്ടും ഞാൻ ഇത്രയും സഹിച്ചു പിടിച്ചു നിൽക്കുന്നത് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എനിക്കറിയാം, ഇത് സഹിച്ചേ മതിയാകൂ. പ്രഭാവതി: ദേവി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. നിങ്ങളിത് അന്ന് കളിച്ചതുപോലെയുള്ള നാടകം തന്നെയല്ലേ? പറയ്. ദേവിക: അത് പിന്നെ അമ്മേ, CMനെ കണ്ടാൽ എല്ലാം ശരിയാകും. അമ്മ ഒന്ന് സമാധാനപ്പെടും. പ്രഭാവതി: എവിടെ നിന്നിട്ട്? ഹരിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ എവിടെ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അയാളെ കാണുന്നില്ലല്ലോ. ദേവിക: ഹരിയേട്ടൻ നമുക്കൊപ്പം തന്നെയുണ്ട്. അടുത്ത രംഗത്തിൽ പ്രകാശും നന്ദനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശ് പറയാണ്: എന്താ നന്ദൻ, ഭക്ഷണം വേണ്ടേ നിനക്ക്? നന്ദൻ: പ്രകാശ്, എനിക്കിപ്പോഴും നിന്നെ വിശ്വാസം വന്നിട്ടില്ല. പ്രകാശ്: അതെനിക്കറിയാം. എൻ്റെ ആൾക്കാരോട് നീ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചെന്ന് അവർ എന്നോട് പറഞ്ഞു. നിനക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ടല്ലേ? പക്ഷേ എന്നെ വിശ്വസിക്കാം നന്ദൻ. നിന്റെ ചോരയ്ക്കായി ദാഹിക്കുന്ന ആളുകളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഞാൻ കുരുതിക്ക് കൊടുക്കില്ല.
പിന്നെ ഇന്ന് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പം കഴിക്കാം. ഇന്നലെ കുറച്ച് സ്പെഷ്യൽ വാങ്ങിയിട്ട് നീ ഒന്നും കഴിച്ചില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശന്നിരിക്കുകയാ. നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നന്ദൻ: പ്രകാശ്, എനിക്ക് ഭക്ഷണം വേണ്ട. നീ കാര്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? പ്രകാശ്: നന്ദൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വില്ലന്മാർ, അതായത് ശത്രുക്കളായിട്ടുള്ള വില്ലന്മാർ രണ്ടുപേരും ഒന്നാകില്ലേ, അതുപോലെയാ നമ്മുടെയും കഥ. ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ രണ്ടുപേരും ഒന്നായെന്ന് മാത്രം. നന്ദൻ: പ്രകാശ്, കളിക്കാതെ. നീ എൻ്റെ വീട്ടുകാരെ വിവരം അറിയിക്ക്. പ്രകാശ്: നീ ഇപ്പോൾ വന്നേ, എനിക്ക് വിശക്കുന്നു. നന്ദൻ: വന്നേ. അടുത്ത രംഗത്തിൽ അരുന്ധതിയും കെവിനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കെവിൻ പറയാണ്: മേഡം എന്താ ഇവിടെ? അരുന്ധതി: ഞാനെന്താ ഇവിടെ എന്നോ? എനിക്ക് ആ ഇസബെല്ലയെ കാണണം. കെവിൻ: ഇസബെല്ല ഇവിടെ ഇല്ല. അരുന്ധതി: അല്ല, വരട്ടെ, വന്നിട്ട് ഞാൻ കണ്ടോളാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കതിനൊന്നും ഒരു കുഴപ്പവുമില്ല. സമയം ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇസബെല്ലയെ മാത്രമല്ലേ എനിക്ക് കാണേണ്ടത്, എൻ്റെ മകൻ ഋഷിയെയും എനിക്ക് കാണണം. കെവിൻ: മേഡം എന്താ ഈ പറയുന്നേ? ഋഷി ഇവിടെ ഇല്ല. അരുന്ധതി: ഇല്ലെന്നോ? കെവിൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ. നിങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്. ഋഷി ഇവിടെ നിന്നും പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവനെ നിങ്ങൾ രണ്ടാളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കേട്ട കെവിൻ മറുപടി പറയാണ്: എന്താ മേഡം ഇത്? എത്ര പറഞ്ഞാലും മേഡത്തിന് മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ഋഷിയെ മാറ്റിവെക്കുന്നത്? ദേ നോക്ക്, ഞങ്ങളും ഋഷിയെ കാണാതായതിൻ്റെ ടെൻഷനിൽ തന്നെയാണ്. അരുന്ധതി: എന്ത് ടെൻഷൻ? നിങ്ങളെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. എൻ്റെ മോൻ വെച്ച് നിങ്ങൾ നാടകം കളിക്കുകയാണ്. നന്ദൻ പ്രഭാവതിയും അവൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വയം നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ ഇതിൽ വെച്ച് കളിച്ചു. അതുപോലെ മറ്റെന്തോ ഒരു തരം താഴ്ന്ന നാടകം നീയും ഇസബെല്ലയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മോനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മര്യാദയ്ക്ക് എൻ്റെ മോനെ പുറത്തു വിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ അരുന്ധതി ആരാണെന്ന് നിങ്ങൾ അറിയും. ഈ കാണുന്നതല്ല അരുന്ധതി. കെവിൻ: മേഡത്തിന് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ല. ഋഷിയുടെ കാണാതാവലിൽ ഞങ്ങളും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് അരുന്ധതി പറയാണ്: ഒന്നും പറയണ്ട, എനിക്ക് ഇസബെല്ലയെ കാണണം. കണ്ട് എനിക്ക് 4 ചോദിക്കണം. എൻ്റെ ഋഷിമോൻ എവിടെയാണെന്ന് അറിയാതെ ഒരിക്കലും ഞാൻ ഇവിടെ നിന്നും പോകില്ല. അവനെ തട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളെക്കാൾ വക്രബുദ്ധിയുള്ള മറ്റാരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.